ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 56. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 3-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അവന്റെ നാമം തന്നെയാണ്, അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ശക്തി പ്രാപിക്കാൻ കാരണമായി തീർന്നത്. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇന്ന് നിങ്ങൾ എല്ലാവരും കാണുകയും ഇവന് പൂർണ്ണ ആരോഗ്യം വരാൻ ഹേതുവായി. സഹോദരന്മാരെ, നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത പോലും പ്രവർത്തിച്ചുവെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ തന്റെ ക്രിസ്തുവും കഷ്ടങ്ങൾ അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരുടെയും വായിലൂടെ ദൈവം മുൻകൂട്ടി അറിയിച്ചത് ഇങ്ങനെ നിവൃത്തിയാക്കി. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. എങ്കിൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് സമാശ്വാസത്തിന്റെ കാലങ്ങൾ വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. ശരി, പ്രയാസമുള്ള വചനമാണ് വ്യാഖ്യാനിക്കാൻ. അതുകൊണ്ട് ഞാൻ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ എന്തുമാത്രം മനസ്സിലാക്കുമെന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. അവന്റെ നാമം തന്നെയാണ്, അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ശക്തി പ്രാപിക്കാൻ കാരണമായി തീർന്നത്. അവന്റെ വിശ്വാസത്താലാണ്, അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ്, അവന്റെ നാമം തന്നെയാണ്, അവന്റെ നാമം തന്നെയാണ്, അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് എന്ന് പറഞ്ഞിട്ട് പോകുകയാണ്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവനും ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടവനുമായ ദാസന്റെ നാമം സകല നാമങ്ങൾക്ക് ഉപരിയായ നാമമാണ്. ഫിലിപ്പിയ ലേഖനത്തില് 2:8-11 വരെ. ദൈവത്തിൽ നിന്നുള്ള സൗഖ്യത്തിന്റെയും രക്ഷയുടെയും ഏജന്റ്, കാര്യകർത്താവ് ഈശോയാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്തിലൂടെയാണ് സൗഖ്യവും രക്ഷയും കൈവരുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സൗഖ്യം, രോഗശാന്തി സൗഖ്യം എന്നൊക്കെ പറയും. മറ്റൊന്ന് രക്ഷ. രക്ഷ എന്ന് പറയുന്നതും സൗഖ്യം എന്ന് പറയുന്നതും രണ്ടാണ്. പക്ഷെ രണ്ടും വരുന്നത് ഈശോയിൽ നിന്നാണ്. ഈ സൗഖ്യം എന്നത് ഞാൻ ഒന്നുകൂടി ഒന്ന് തെളിച്ച് പറയട്ടെ. ഈ ശതാധിപൻ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദാസൻ ഇങ്ങനെ ഭൃത്യൻ ഇങ്ങനെ രോഗിയായിട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, ഐ വിൽ കം ആൻഡ് ക്യൂർ ഹിം. ഞാൻ വന്നിട്ട് അവന് രോഗശാന്തി നൽകാം. ക്യൂർ എന്നാണ് കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക്. തെറാപ്പോവോ എന്നാണ് ഗ്രീക്കില്. തെറാപ്പി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ. ഞാൻ വന്ന് അവന് രോഗശാന്തി നൽകാം. അപ്പോ ശതാധിപൻ പറയാണ്, അത് വേണ്ട, എന്റെ ഭൃത്യന് രോഗശാന്തി അല്ല വേണ്ടത്. നീ ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. സുഖം പ്രാപിക്കും എന്നതിന് ഈ ശതാധിപൻ ഉപയോഗിച്ച വാക്ക് ഹിയാഓ ഒമായി എന്നാണ്. ഹിയ ഒമായി. അതിന് അർത്ഥം ഹീലിംഗ് എന്നാണ്, ക്യൂർ എന്നല്ല. ഹീലിംഗ്, അതായത് മനസ്സിലും ആത്മാവിലും ശരീരത്തിലുമുള്ള ഹോളിസ്റ്റിക് ഹീലിംഗ്. എന്റെ ഭൃത്യന് വെറും രോഗശാന്തി വേണ്ട, സൗഖ്യം മതി. സൗഖ്യത്തിൽ കുറഞ്ഞ യാതൊന്നും പോരാ. അതായത് അവന്റെ മനസ്സിന് സൗഖ്യം വേണം, ആത്മാവിന് സൗഖ്യം വേണം, പിന്നെ അവന് ശരീരത്തിന് സൗഖ്യം വേണം. വെറുതെ ശരീരത്തിന്റെ സൗഖ്യമാണ് രോഗശാന്തി. ശരീരത്തിന്റെ സൗഖ്യം മാത്രമാണെങ്കിൽ രോഗശാന്തിയാണ്. അങ്ങനെ ചെയ്യാമെന്ന് കർത്താവ് പറഞ്ഞ അവൻ പറഞ്ഞ അത് പോരാ. ശതാധിപൻ പറഞ്ഞ അത് പോരാ. ഈ ലത്തീൻ സഭയിലെ ദിവ്യകാരണം സ്വീകരിക്കാൻ തൊട്ട് മുമ്പ് പറയുന്നത് അതാണ്, ഇല്ലേ? സ്പീക്ക് ദ വേർഡ് ആൻഡ് മൈ സോൾ ഷാൽ ബി ഹീൽഡ്. ഭൃത്യൻ സുഖം പ്രാപിക്കുന്നതിന് പകരം നമ്മുടെ ആത്മാവ് സുഖം പ്രാപിക്കുമെന്നാണ് പറയണേ, ഇല്ലേ? നീ ആ വാക്ക് അരുളി ചെയ്താൽ മതി. നീ എന്റെ കൂടാരത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, നീ ആ വാക്ക് അരുളി ചെയ്താൽ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അതായത് സൗഖ്യമാണ് വേണ്ടത്, രോഗശാന്തി അല്ല. അപ്പോൾ സൗഖ്യവും രക്ഷയും രണ്ടും വരുന്നത് ഈ ഈശോയിൽ നിന്നാണ്. ഈശോയുടെ നാമത്തിലുള്ള വിശ്വാസമാണ്. അതിന്റെ ബാഹ്യമായ, ഈ രക്ഷയുടെ ബാഹ്യമായ അടയാളമാണ് സൗഖ്യം. അത് സൗഖ്യമാകും, അല്ലെങ്കിൽ വെറും രോഗശാന്തിയാണ്. ഇപ്പൊ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ പലപ്പോഴും നടക്കുന്നത് രോഗശാന്തിയാണ്. അത്ഭുതകരമായ രോഗശാന്തി തന്നെ. പക്ഷെ പലപ്പോഴും സൗഖ്യമാകുന്നില്ല. സൗഖ്യമാകാത്തതിന് കാരണം രക്ഷയുടെ അടയാളമായിട്ട് വന്നാലേ, അതായത് ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൗഖ്യമുണ്ടായാലേ അത് രക്ഷയുടെ അടയാളമായി സൗഖ്യമാകും. അതാണ് കർത്താവിൽ നിന്ന് വരുന്നത്. അല്ലാത്തത് നമ്മുടെ ആശുപത്രിയിൽ നടക്കുന്ന രോഗശാന്തിയും കർത്താവിന്റെ പണി തന്നെയാണ്. മരുന്നിലൂടെയും ഡോക്ടർമാരുടെ കഴിവിലൂടെയും ഒക്കെ അതെല്ലാം കർത്താവിന്റെ രോഗശാന്തി ശുശ്രൂഷയുടെ തുടർച്ചയാണ്. നല്ലതുമാണ്, വളരെ അത്യാവശ്യമുള്ളതാണ്. പക്ഷേ അത് സൗഖ്യമാകണമെങ്കിൽ രക്ഷയുടെ അനുഭവം അതിലൂടെ വരണം. ദൈവത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ചും ഈശോയുടെ നാമത്തിലുള്ള രക്ഷ വന്നാലേ
ഈ ആശുപത്രിയിലാണെങ്കിലും ധ്യാന കേന്ദ്രത്തിലായാലും നടക്കുന്ന രോഗശാന്തി സൗഖ്യമായി രൂപാന്തരപ്പെടൂ. ഇതാണ് പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം. അതിന് ദൃക്സാക്ഷികൾ ഉണ്ടെന്നാണ് പത്രോസ് പറയുന്നത്. നമുക്കും ദൃക്സാക്ഷികളുണ്ട്. 17ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലം പ്രവർത്തിച്ചുവെന്ന് ഞാൻ അറിയുന്നു. നേതാക്കളെ പോലെ തന്നെ യഹൂദ മത നേതാക്കള് യേശുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള യഹൂദ മത നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ദൈവജനം സമ്മതം മൂളിയിരുന്നു. ലൂക്കാസിന്റെ സുവിശേഷം 23-ാം അധ്യായം 4-5 വാക്യങ്ങൾ 13 മുതൽ 23 വരെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് നേതാക്കന്മാർ തീരുമാനിച്ച കർത്താവിനെ ഉന്മൂലനം ചെയ്യാൻ അതിന് ജനം സമ്മതം കൊടുത്തു. ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ സഭയിൽ കാണുന്നില്ലേ, കർത്താവിനെ അവഹേളിക്കാൻ നേതാക്കന്മാര് കൂട്ടുനിൽക്കുകയാണ്, ജനം അതിന് കൂട്ടുനിൽക്കുകയാണ്. എന്നാൽ തിന്മയുമായുള്ള ആ കൂട്ടുകെട്ടലിന് പിന്മാറാനും പശ്ചാത്തപിക്കാനും തയ്യാറാണെന്ന് അതിന്റെ സമാപനത്തിൽ ജനം വ്യക്തമാക്കിയിരുന്നു. ലൂക്കാസിന്റെ സുവിശേഷം 23:35-48 മാറത്തടിച്ച് അവര് തിരിച്ചു പോയിന്ന. ആദ്യം യഹൂദ മത നേതാക്കൾ പറഞ്ഞ യേശുവിനെ ഉന്മൂലനം ചെയ്യണം എന്ന തീരുമാനത്തിന് ജനം സമ്മതം കൊടുത്തു. പക്ഷേ കർത്താവിനെ ക്രൂശിലേറ്റി കഴിഞ്ഞപ്പോൾ ജനം പശ്ചാത്തപിക്കാൻ തയ്യാറാണെന്ന് മാറത്തടിച്ച് അവരത് വെളിപ്പെടുത്തി. അപ്പോൾ നേതാക്കന്മാരുടെ പാപത്തില് അറിയാതെ ഇല്ലേ അച്ഛനെ പോലെ ഞങ്ങൾ സമ്മതം കൊടുത്തു. പക്ഷെ കർത്താവ് ക്രൂശിക്കപ്പെട്ട് കഴിയുകയും ആ നേരത്തുണ്ടായ അടയാളങ്ങൾ കാണുകയും ചെയ്തപ്പോൾ ജനം പശ്ചാത്തപിക്കാനായിട്ട് തയ്യാറാണെന്ന് മാറത്തടിച്ച് പറഞ്ഞു. നേതാക്കന്മാരെപ്പോഴും ചെയ്തില്ല. നിങ്ങളുടെ നേതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്കൊരു നേട്ടമുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കാമെന്ന് ഒരു ലക്ഷണം കാണിച്ചു, അടയാളം കാണിച്ചു, മാറത്തടിച്ചുകൊണ്ട്. അജ്ഞത മൂലം ക്രിസ്തുവിന്റെ മരണം ആസൂത്രണം ചെയ്തവർക്ക് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഗൗരവമോ അതിന് പുറകിലുള്ള ദൈവിക പദ്ധതിയോ അറിയില്ലായിരുന്നു. അത് പൗലോസും പറയുന്നുണ്ട് 13-ാം അധ്യായം 27-ാം വാക്യത്തിൽ, സ്ലീഹന്മാരുടെ നടപടി. അവരുടെ അജ്ഞത അവരുടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ല. നമുക്കറിയാലോ, നമുക്കൊരു നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയുണ്ടെന്ന് കരുതി അത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ല. എങ്കിലും കർത്താവ് അവരുടെ പാപമോചനത്തിനായി പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, അവർ ചെയ്യുന്ന എന്തെന്ന് അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണേ. അറിയുന്നില്ല, അജ്ഞത. ആ പ്രാർത്ഥന കേട്ട് പശ്ചാത്തപിക്കുന്നവർക്ക് പരദീസ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ദൈവപിതാവ്. ലൂക്കാസിന്റെ സുവിശേഷം 23:34, 1 തിമോത്തി 1:13. അതായത് പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്ന എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അജ്ഞത മൂലമാണ് അവർ ചെയ്യുന്ന, ഒരാളെ കൊല്ലുക എന്ന കാര്യമൊക്കെ അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ എങ്കിലും അത് ദൈവപുത്രനാണ്, ദൈവം തന്നെയായ പുത്രനാണ്, അതിന് പുറകെ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പറയുകയും ദൈവപിതാവിനോട് പറയുകയും ദൈവപിതാവ് ക്ഷമിക്കുകയും ചെയ്തു. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. എന്നാൽ അത്യന്ത പോലെ നിങ്ങൾ പ്രവർത്തിച്ചത് ഈ പത്രോസിന്റെ ശ്ലൈഹിക കെരിഗ്മയിലൂടെ യഹൂദരുടെ അജ്ഞതയ്ക്ക് അറുതി വരുത്തുകയാണ്. പൗലോസിന്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ വിജാതിരുടെ അറിവില്ലായ്മയ്ക്കും വിരാമമിടുന്നതാണ്. സ്ലേഹന്മാർ നടപടി 17:30. അതോടെ ഇസ്രായേൽ ജനം ക്രിസ്തുവിലേക്ക് തിരിയുന്നു. അവരുടെ നേതാക്കന്മാർ തങ്ങളുടെ മർക്കടമുഷ്ടിയിൽ ഉറച്ചു നിൽക്കുന്നു. എല്ലാ കാലത്തും ഈ നേതാക്കന്മാർക്കാണ് മർക്കടമുഷ്ടി കൂടുതൽ. സാധാരണക്കാർക്ക് കർത്താവിലേക്ക് തിരിയാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഈ മത നേതാക്കന്മാര് മർക്കടമുഷ്ടിയിൽ ഉറച്ചു നിൽക്കും. ഇത് സ്ലേഹന്മാരുടെ നടപടി 4:5-ലും 16-17 ഒക്കെ അത് കാണാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. അവർക്ക് മാനസാന്തരത്തിലുള്ള വഴികൾ എളുപ്പമല്ല. കാരണം തങ്ങൾക്കെല്ലാം അറിയാമെന്നും തങ്ങളാണ് നേതാക്കന്മാരെന്നും തങ്ങൾ ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല, വചനം അത്രയൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് വേണ്ടിയല്ല ജനത്തിന് വേണ്ടിയാണ് വചനം എന്നൊക്കെ നേതാക്കന്മാർ ചിന്തിക്കാൻ സാധ്യത കൂടുതലാണ്. ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ആരും കേൾക്കേണ്ടതില്ല, ഞങ്ങൾക്കല്ല രക്ഷ, നിങ്ങൾക്കാണ് രക്ഷ വേണ്ടത്, ഞങ്ങൾ നേതാക്കന്മാരല്ലേ എന്നെല്ലാം വിചാരിക്കാൻ ഈ നേതാക്കന്മാർക്ക് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടലും ബുദ്ധിമുട്ടാണ് അവർക്ക്. ഇനി 18-19 വാക്യങ്ങൾ. എന്നാൽ തന്റെ ക്രിസ്തു കഷ്ടങ്ങൾ അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരുടെയും വായിലൂടെ ദൈവം മുൻകൂട്ടി അറിയിച്ചത് ഇങ്ങനെ നിവൃത്തിയാക്കി. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയാൻ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ദൈവത്തെങ്കിലേക്ക് അവിടെ ഇല്ലേ ശരിക്ക്, പക്ഷെ നമ്മൾ ദൈവത്തെങ്കിലേക്ക് ബ്രാക്കറ്റിൽ എഴുതും. ദൈവത്തെങ്കിലേക്ക് തിരിയാനാണ് പറയുന്നത്. പാപങ്ങൾ മായച്ചു കളയാൻ ദൈവത്തെങ്കിലേക്ക് തിരിയുക, അതിനെയാണ് മാമോദീസ എന്ന് പറയണേ. പാപങ്ങൾ മായച്ചു കളയാൻ മാമോദീസ സ്വീകരിക്കണം. അത് ജലത്താലുള്ള സ്നാനമല്ല, യേശുവിന്റെ ജീവജലത്തിലുള്ള സ്നാനമാണ്, ജീവരക്തം കൊണ്ടുള്ള സ്നാനമാണ്. അത് വിശുദ്ധ മാമോദീസ എന്ന കൂദാശയും
വിശുദ്ധ കുർബാനയുമാണ്. ശ്ലീഹന്മാരുടെ നടപടി 2:38, 22:16 ഒക്കെ നിങ്ങൾക്കത് കാണാം. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് മാമോദീസ എന്ന സംഗതി. എങ്കിൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് സമാശ്വാസത്തിന്റെ കാലങ്ങൾ വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. കർത്താവിന്റെ സമ്മുഖത്ത്, ഗ്രീക്കില് പ്രോസപ്പോൺ ടു ക്യൂരിയു എന്നാണ്, കർത്തൃമുഖം. ചിലപ്പോ ആലങ്കാരിക ഭാഷയില് കർത്തൃസന്നിധിയിൽ എന്നൊക്കെ തർജ്ജമ ചെയ്യും. ഒരാളുടെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ആള് എന്ന വാക്കുകൊണ്ട് ഇല്ലേ, പ്രോസപ്പോൺ, പെഴ്സോണ, ദൈവം, ഏക സത്യദൈവത്തിൽ 3 ആളുകൾ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം എന്നൊക്കെ ഞാൻ ഈ പ്രോസപ്പോൺ എന്ന വാക്കിന്റെ അർത്ഥം വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഒരാളുടെ വൈയക്തിക സാന്നിധ്യം എന്നാണ് ഈ പ്രോസപ്പോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഖം, മുഖതാവിൽ, മുഖപ്രസാദം, മുഖരൂപം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ക്യൂരിയസ് എന്നത് കർത്താവാണ്. അപ്പോൾ കർത്താവിന്റെ കർത്തൃമുഖത്ത് എന്നാണ് പ്രോസപ്പോൺ ടു ക്യൂരിയോ. ദൈവമായ കർത്താവിന്റെ മുഖമായതുകൊണ്ടാണ് നമ്മൾ സമ്മുഖം എന്ന് ഭാഷപ്പെടുത്തുന്നത്. കർത്താവിന്റെ സമ്മുഖത്ത് നിങ്ങൾക്ക് വേണ്ടി, എങ്കിൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് സമാശ്വാസത്തിന്റെ കാലങ്ങൾ വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് സമാശ്വാസത്തിന്റെ കാലങ്ങൾ, ദൈവമായ കർത്താവിന്റെ മുഖത്ത് നിന്ന് സമാശ്വാസത്തിന്റെ കാലങ്ങൾ വരുമെന്നാണ്. യേശുവിനെ മിശിഹായായി സ്വീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ മുഖപ്രസാദത്തിൽ നിന്നുള്ള സമാശ്വാസത്തിന്റെ കാലങ്ങള് നമ്മിലേക്ക് വന്നു ചേരുമെന്നാണ് ലൂക്കാസ് പ്രഖ്യാപിക്കണേ. പുത്രൻ തമ്പുരാനെ മിശിഹായായിട്ട് സ്വീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ, അംഗീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവമായ കർത്താവിൽ നിന്നുള്ള മുഖപ്രസാദം സമാശ്വാസത്തിന്റെ കാലങ്ങളായി നമ്മിലേക്ക് വന്നു ചേരും. കാരണം ഈ യേശു തന്നെയാണ് ആ ദിവ്യ സാന്ത്വനത്തിന്റെ കാരണഭൂതൻ. ആ സാന്ത്വനം പൂർണ്ണത പ്രാപിക്കുന്നത് ദ്വിതീയാഗമനത്തിലാണ്, നമ്മൾ അവനോടൊപ്പം തേജസ്സിൽ വരുമ്പോൾ. പക്ഷെ ഇപ്പൊ കിട്ടും നമുക്ക് മുഖപ്രസാദം, ദൈവത്തിന്റെ മുഖപ്രസാദം ഇപ്പൊ നമുക്ക് കിട്ടുമെന്നാണ് ഇപ്പോ പത്രോസ് പറയണേ. കർത്താവിന്റെ സമ്മുഖത്ത് നിന്നുള്ള സമാശ്വാസത്തിന്റെ കാലങ്ങള് ഇപ്പോൾ വന്നെത്തുന്നു എന്നാണ്. ഇപ്പോൾ വന്നെത്തുന്നു. കർത്താവായ യേശുവിനെ രക്ഷകനായി മിശിഹായി അംഗീകരിക്കുന്ന നിമിഷത്തിൽ ദൈവമായ കർത്താവിന്റെ മുഖത്ത് നിന്നുള്ള വരപ്രസാദം നമ്മിലേക്ക് വന്നെത്തുന്നു. അത് വന്നെത്തുന്ന ആ കവദാശിക കർമ്മം മാമോദീസയാണ്. പിന്നെ മാമോദീസയില് ആ മാമോദീസയുടെ ആ വരപ്രസാദത്തിൽ ജീവിച്ചു പോവുക. പക്ഷെ അപ്പോൾ ദൈവത്തിലുള്ള മുഖപ്രസാദം നമ്മിലേക്ക് വന്നെത്തുകയാണ്. ഇപ്പോൾ സമാശ്വാസത്തിന്റെ കാലങ്ങൾ ഇപ്പോൾ വരികയാണ്. സമാശ്വാസത്തിന്റെ കാലങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഈ ദിവ്യ സാന്ത്വനത്തിന്റെ പൂർണ്ണത നമ്മൾ അനുഭവിക്കുന്നത് ദ്വിതീയാഗമനത്തിലാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ മുഖത്ത് നിന്നുള്ള, സമ്മുഖത്ത് നിന്നുള്ള ദിവ്യ സാന്ത്വനത്തിന്റെ കാലങ്ങൾ നമ്മിലേക്ക് വരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മാമോദീസ സ്വീകരിക്കുകയും ആ മാമോദീസയിലെ വരപ്രസാദത്തിൽ തുടർന്ന് ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു കണക്റ്റഡ്നെസ് നമുക്കുണ്ട്. ദൈവമായിട്ടുള്ള കണക്റ്റഡ്നെസ് അത് നിലനിർത്തുകയാണ് കൂദാശകളിലൂടെ, കുർബാന, മറ്റു കൂദാശകളിലൂടെ. അപ്പോൾ ദൈവത്തിന്റെ വരപ്രസാദത്തിൽ ആയിരിക്കുകയാണ് നമ്മൾ, ദൈവത്തിന്റെ ജീവനിൽ നമ്മൾ ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ജീവനിൽ, വരപ്രസാദത്തിൽ പൂർണ്ണത പ്രാപിച്ച് തേജസ് മുഴുവൻ അനുഭവിക്കുന്നത് ദ്വിതീയാഗമനത്തിൽ നമ്മുടെ ശരീരങ്ങള് തേജസ്സോടുകൂടി ഉയർപ്പിക്കപ്പെട്ട് നമ്മുടെ ആളത്വത്തോട് ചേർക്കുമ്പോഴാണ് അത് പൂർണ്ണത പ്രാപിക്കുന്നത്. പക്ഷെ ഇപ്പൊ തന്നെ മുൻകൂറായി നമ്മൾ ഈ ദിവ്യ സാന്ത്വനത്തിന്റെ അനുഭവം, മുഖപ്രസാദം, ദൈവത്തിന്റെ മുഖപ്രസാദത്തിന്റെ അനുഭവം നമ്മൾ ഇപ്പോഴേ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്ക് വാസ്തവത്തിൽ ദുഃഖിച്ചിരിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ മുഖപ്രസാദത്തിന്റെ ദിവ്യ സാന്ത്വനം അനുഭവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെ അനുഭവിക്കുന്നവർ മാത്രമേ ക്രിസ്ത്യാനികളെ വിളിക്കാനും കഴിയൂ. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിലെ തെറ്റായ പ്രത്യയശാസ്ത്രങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ആ പ്രത്യയശാസ്ത്രം യോജിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതിനെ എതിർക്കുകയും ചെയ്യും. അപ്പൊ ഞാനത് ഉപസംഹരിക്കുകയാണ്. നിങ്ങളുടെ മതനേതാക്കന്മാരെ പോലെ നിങ്ങളും അജ്ഞത മൂലമാണ് നിങ്ങളുടെ കർത്താവിനെ കൊന്നുകളഞ്ഞത്. പക്ഷേ നിങ്ങൾ മാറത്തടിച്ച് കരഞ്ഞു ഈ കുരിശിൽ താഴെ നിൽക്കുമ്പോൾ. അതിനർത്ഥം മതനേതാക്കളുടെ ക്രൂരതയുമായി യോജിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നും നിങ്ങൾ പശ്ചാത്തപിക്കാൻ തയ്യാറാണെന്ന് ദൈവത്തിന് മുമ്പിൽ മാറത്തടിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എന്റെ പ്രസംഗം കേൾക്കാൻ വരാൻ പറ്റിയിരിക്കുന്നാണ് പത്രോസ് പറയണേ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാമോദിസ സ്വീകരിച്ചാൽ
ഈ ദൈവത്തിന്റെ മുഖപ്രസാദത്തിൽ നിന്നുള്ള ദിവ്യ സാന്ത്വനം നിങ്ങൾക്ക് ലഭിക്കും. കാരണം കർത്താവ് തന്നെ നിമ്മിലേക്ക് വരും. കാരണം നിങ്ങൾ കർത്താവിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ്. ഇത് നമുക്ക് വളരെ ശക്തമായൊരു സന്ദേശമാണ് നൽകുന്നത്. ഈ എന്നോട് പറയുന്ന ആരോപണങ്ങൾക്ക് ഒരു മറുപടി കൂടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുക. അച്ഛൻ വചനം പ്രസംഗിച്ചാൽ പോരെ, എന്തിനാണ് ഈ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും മറ്റുമൊക്കെ ഈ തിന്മകൾ അച്ഛൻ എന്തിനാണ് പറയുന്നത്? നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നമ്മള് മാറത്തടിച്ച് പശ്ചാത്തപിക്കെന്ന് പറഞ്ഞാൽ പാപത്തെ പിന്തിരിയുക എന്ന് മാത്രമല്ല അർത്ഥം. അങ്ങനെ പിന്തിരിഞ്ഞാൽ മാത്രം പോരാ. ആ പാപത്തിൽ തുടരുന്ന ആളുകളോട് നിങ്ങൾ പാപത്തിലാണെന്ന് പറയണം. അതാണ് പത്രോസ് ചെയ്തത്. പത്രോസ് കർത്താവിനെ ഒറ്റക്കൊടുത്തവനാണ്, അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞവനാണ്. പക്ഷേ മാനസാന്തരപ്പെട്ടു. അവൻ കരഞ്ഞു, നൊന്ത് കരഞ്ഞു. പാരമ്പര്യം പറയുന്നത് പത്രോസിന് ഇങ്ങനെ ഇവിടെ 2 ചാലുണ്ടായിരുന്ന 40 കൊല്ലത്തോളം കരഞ്ഞു. എന്നിട്ട് പത്രോസിന്റെ പ്രസംഗമാണ് മർക്കോസ് സുവിശേഷം മറ്റേ എഴുതിയത്. അപ്പോൾ പാരമ്പര്യം പറയുന്നത് പത്രോസ് മർക്കോസിനോട് പറഞ്ഞു, റൈറ്റ് ഡൗൺ മൈ ഫെയിലിയേഴ്സ്, എന്റെ പരാജയങ്ങൾ നീ എഴുതി വെക്കി, എന്റെ പരാജയങ്ങൾ നീ എഴുതി വെക്കി. അങ്ങനെയാണ് പത്രോസ് മർക്കോസിന് പറഞ്ഞതായിട്ട് പാരമ്പര്യം പറയണേ. 40 വർഷം അവൻ കരഞ്ഞു. കാരണം എന്താണ്? മാറത്തടിച്ച് ഒരു ദിവസം കരഞ്ഞാൽ പോരാ. അത്ര വലിയ തെറ്റാണ് പത്രോസ് ചെയ്തത്. സഭയുടെ ആദ്യത്തെ തലവനാണ്, മാർപ്പാപ്പയാണ്, കർത്താവ് നേരിട്ട് നിയമിച്ച മാർപ്പാപ്പ. ആ മാർപ്പാപ്പയാണ് കർത്താവിനെ തന്നെ തള്ളിപ്പറഞ്ഞത്. ആ മാർപ്പാപ്പയ്ക്ക് മാനസാന്തരപ്പെടാൻ കഴിയുമെങ്കിൽ മറ്റു നേതാക്കന്മാർക്കും കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയണമെങ്കിൽ അവർ പാപത്തിലാണ് നമ്മൾ പറയണം. പത്രോസ് എന്തിനാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ പാപത്തിലാണ്, അജ്ഞത മൂലം പാപം ചെയ്തെന്ന്? വചനം പ്രസംഗിച്ചാൽ മതിയായിരുന്നില്ലേ? നിങ്ങളുടെ നേതാക്കന്മാരെ പോലെ നിങ്ങളും അജ്ഞതയിലാണ്, പാപത്തിലാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം, ദൈവത്തിലേക്ക് തിരിയണം എന്നൊക്കെ പത്രോസ് എന്താ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞാലേ ശരിയാകൂ. അപ്പോഴേ ഖെരിക്മയാകൂ, സുവിശേഷ പ്രഘോഷണമാകൂ. സഭാ ചരിത്രത്തിലുടനീളം ഇരണേവസും ആഗസ്തീനോസും തുടങ്ങിയ സകല സഭാപിതാക്കന്മാരും പാഷാണ്ഡതകളോട് പടവെട്ടിയാണ് സത്യവിശ്വാസം സ്ഥാപിച്ചത്. പാഷാണ്ഡതകളോട് ശീഷ്മകളോട് പടവെട്ടിയാണ് അന്ന് മുതൽ ഇന്ന് വരെ കത്തോലിക്ക സഭ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പടവെട്ടാത്തത് കൊണ്ടാണ്, പാഷാണ്ഡതകളോടും ശീഷ്മകളോടും പടവെട്ടാത്തത് കൊണ്ടാണ് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും പിന്നെ ക്രിസ്റ്റാഡൽഫിയൻസും അങ്ങനെയുള്ള ദൈവസഭക്കാരും ഒക്കെ നമ്മുടെ ആളുകളെ തട്ടിക്കൊണ്ടു പോകാനുള്ള കാരണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനായിട്ടും കഴിയാതെ വരികയും അവർ പഠിപ്പിക്കുന്ന തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാതെ വരികയും ചെയ്തതുകൊണ്ടാണ്. അതിനൊക്കെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആരോടും വ്യക്തിവൈരാഗ്യം കൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ സത്യവിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ സത്യവിശ്വാസം തെറ്റിപ്പോയവരാരാണെന്നും എന്തുകൊണ്ടാണ് തെറ്റിപ്പോയിരിക്കുന്നതും അവരുടെ തെറ്റെന്താണെന്നും ആ തെറ്റ് തിരുത്തി തിരിച്ചു വരണമെന്നും പാഷാണ്ഡനും ശീലം ഉപേക്ഷിക്കണമെന്നും ഞാൻ പറയേണ്ടതുണ്ട്. പത്രോസ് അതാണ് ചെയ്തത്, തിരുവചനത്തിൽ അതാണ് കാണുന്നത്, സഭാപിതാക്കന്മാർ അതാണ് ചെയ്തത്. ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ പിന്തിരിയാനായിട്ടും പിന്തിരിപ്പിക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ സാത്താന്റെ പക്ഷത്തായിരിക്കും. വചനം എന്ന് പറഞ്ഞാൽ സ്നേഹം, കരുണ, ക്ഷമ എന്ന് പറഞ്ഞത് മാത്രമല്ല, ഈ പറഞ്ഞതൊക്കെ കർത്താവിന്റെ വചനം തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ സുവിശേഷങ്ങളുടെ ഭാഗം മാത്രം എടുക്കാതെ മറ്റു ഭാഗങ്ങൾ എടുത്തത്. സുവിശേഷങ്ങളിലും കർത്താവ് എന്തുമാത്രം പ്രാവശ്യമാണ് ഫരിസയരെയും നിയമജ്ഞരെല്ലാം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ സുവിശേഷം തന്നെയല്ലേ? സഭ അനുസരിക്കാത്തവര് നിങ്ങൾക്ക് വിജാതിയെ പോലെ ആയിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായല്ലേ പറഞ്ഞേ? എന്താ അത് പഠിപ്പിക്കാത്തത്? എന്താ അത് പ്രസംഗിക്കാത്തത്? പത്രോസും കർത്താവും പൗലോസും സഭാപിതാക്കന്മാരും ചെയ്തതാണ് നമുക്ക് മാതൃക. അതല്ലാതെ നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ പറയുന്ന ക്ഷമിക്ക് പൊറുക്ക് അതല്ല നമ്മുടെ മാതൃക. ക്ഷമിക്കലും പൊറുക്കലും വ്യക്തിപരമായ കാര്യത്തിലാണ്, വ്യക്തിപരമായ ബന്ധങ്ങളിലാണ്, സഭയുടെ അഡ്മിനിസ്ട്രേഷനിലല്ല. കൂതാശകളെ വ്യഭിചരിക്കുന്നവർക്കും ആഭിചാര കുർബാന ചെയ്യുന്നവർക്കും മാപ്പ് കൊടുക്കാനല്ല കാനോൻ നിയമം പറഞ്ഞിരിക്കുന്നത്, ശിക്ഷ കൊടുക്കാനാണ്. അത് തിരുവചനങ്ങൾ അടിസ്ഥാനമിട്ടാണ് കാനോൻ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊന്നും പഠിക്കാതെ ക്ഷമിക്ക് പൊറുക്കെന്ന് പറഞ്ഞ് വരുന്നവർക്ക് ക്ഷമ എന്തെന്നോ കർത്താവ് എന്തെന്നോ സഭ എന്തെന്നോ കാനോൻ എന്തെന്നോ തിരുവചനം എന്തെന്നോ അറിയില്ല. വചനം പ്രസംഗിക്കുന്നത് മാനസാന്തരത്തിന് വേണ്ടിയാണ്. അത് ഇരുവായ് തലവാളാണ്. എന്നെ മുറിക്കും, പറയുന്നവനും മുറിക്കും, കേൾക്കുന്നവനും മുറിക്കും. അങ്ങനെ മുറിക്കപ്പെടുമ്പോഴാണ്
സൗഖ്യമുണ്ടാകുക. മുറിക്കപ്പെടാൻ തയ്യാറല്ലാത്തവർ ഒരിക്കലും സൗഖ്യം പ്രാപിക്കില്ല. മാറത്തടിക്കാൻ തയ്യാറുള്ളവരാണ്, പശ്ചാത്തപിക്കാൻ തയ്യാറുള്ളവരാണ് കർത്താവിനെ കാണുള്ളൂ. കർത്താവ് കൂടിക്കാഴ്ച നടത്തൂ. എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും ഇല്ലേ, എല്ലാ തിന്മയുമായിട്ടും ഇല്ലേ കൂട്ടുചേർന്ന് ചേർത്ത് പിടിച്ച് പൈശാചിക കൂട്ടുകെട്ടുമായിട്ട് വരുന്നവരെ ചേർത്ത് പിടിച്ച് പശ്ചാത്തപിക്കാതെ ചേർത്ത് പിടിക്കാൻ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനും തന്നെ വിധിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, പൊയ്ക്കോ, മേലിൽ പാപം ചെയ്യരുത്. ഇല്ലേ, ക്ഷമിക്കുന്നു, മേലിൽ പാപം ചെയ്യരുത്. മേലിലും പാപം ചെയ്തുകൊണ്ടിരിക്കാൻ ഞാൻ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മേലിൽ പാപം ചെയ്യാതെ നോക്കണം. പ്രത്യേകിച്ചും നമുക്ക് ഈ ദൗർബല്യങ്ങളുണ്ട്, മാനസികമായ ബലഹീനതകള്. അത് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ശരീരത്തിന്റെ ദൗർബല്യങ്ങള്. കുർബാനയെ, ആഭിചാര കുർബാന അർപ്പിക്കുന്നത് ശരീരത്തിന്റെ ദൗർബല്യം അല്ലല്ലോ. കക്കോസ് കുർബാന അർപ്പിക്കുന്നത് മാനുഷിക ദൗർബല്യം മൂലമാണോ? മാർപ്പാപ്പയെ ധിക്കരിക്കുന്നത് മാനുഷിക ദൗർബല്യമാണോ? സഭ നിശ്ചയിച്ച കുർബാന ചൊല്ലാതിരിക്കുന്നത് മാനുഷിക ദൗർബല്യമാണോ? അത് മലീഷ്യസ് ആണ്, കുറ്റകൃത്യമാണ്, കറപ്ഷനാണ്, ദുഷ്ടതയാണ്. അത് ദൗർബല്യമല്ല. അത്തരം കുറ്റകൃത്യങ്ങള് ചെയ്യുന്നവരെ പശ്ചാത്തപിക്കാതെ ചേർത്ത് പിടിച്ചാൽ അത് പിശാചിനെ ചേർത്ത് പിടിക്കുന്നതിന് തുല്യമാണ്. കർത്താവ് അത് എന്നോട് യോജിക്കില്ല. അതാണ് പത്രോസ് പറഞ്ഞത്. കർത്താവിന്റെ ദൈവത്തിന്റെ സമ്മുഖത്തു നിന്നുള്ള ആ ദിവ്യ സാന്ത്വനം എന്ന് പറയുന്നത് കർത്താവീശോമിശിഹയാണ്. ആ കർത്താവീശോമിശിഹ ഇന്ന് നമ്മൾ സമീപിക്കുന്നത് കൂതാശകളിലൂടെയാണ്. അത് നമുക്ക് പറ്റാവുന്ന തരത്തിൽ യോഗ്യതയോടെ സമീപിച്ചാലേ ഈ പറഞ്ഞ ദിവ്യ സാന്ത്വനം, കർത്താവിന്റെ സമ്മുഖത്തു നിന്നുള്ള ദിവ്യ പ്രസാദം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് മരണവും രോഗവും. പിന്നെ ഇല്ലേ, നിങ്ങൾ പലരും ദുർബലരായി പോയിരിക്കുന്നു, രോഗിയായി പോയിരിക്കുന്നു, മരിച്ചു പോയിരിക്കുന്നു പറയുന്നു പൗലോസ് ശ്ലീഹ ഈ യോഗ്യതയോടെ കൂതാർച്ചകളെ സമീപിക്കാത്തവർക്ക്. 1 കൊരിന്തോസ് 11:28 മുതൽ 30 വരെ വായിച്ചു നോക്കൂ. അതുകൊണ്ട് ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ, ഈ പാനപാത്രം ചെയ്യുമ്പോഴും യോഗ്യതയോടെ ചെയ്യണം. ഇല്ലെങ്കിൽ മരണത്തിന്റെ കാസയാണ് നിങ്ങൾ കുടിക്കണമെന്നൊക്കെ പൗലോസ് ശ്ലീഹ പറഞ്ഞേ. നിങ്ങളെ ശിക്ഷാവിധിയുടെ കാസയാണ് നിങ്ങൾ കുടിക്കുന്ന പൗലോസ് ശ്ലീഹ പറഞ്ഞേ. യോഗ്യതയോടെ അല്ല ഈ കുർബാന അർപ്പിക്കുന്നതെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പത്രോസിന്റെ പ്രസംഗത്തിൽ കെരിഗ്മയുടെ പ്രധാനപ്പെട്ട ഒരു വശമാണിത്. അപ്പോൾ ആഭിചാര കുർബാന അർപ്പിക്കുകയും ഇപ്പോ നിങ്ങളിത് ചൊല്ലിയാലും കുർബാന കടം തീരുമെന്ന് ഒരു മെത്രാനങ്ങ് എഴുതിയത് കൊണ്ട് അത് ശരിയാകില്ല. മാർപ്പാപ്പയ്ക്ക് എതിരായ ഒരു തീരുമാനം ചെയ്യാനായിട്ട് ഒരു മെത്രാന് അധികാരമില്ല. ഇനി അങ്ങനെ മാർപ്പാപ്പ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താനായിട്ട് അവർക്ക് ബാധ്യതയുണ്ട്. അതൊക്കെ ചെയ്യാതെ ഇങ്ങനെ ഈ തെറ്റ് ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്താൽ അത് പൈശാചികമാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ശീഷ്മയ്ക്ക് ഇല്ലേ രേഖമൂലം എഴുതി കൊടുക്കുക, ശീഷ്മ ചെയ്യാൻ, പാഷണത ചെയ്യാൻ, അതൊന്നും ദൈവം പൊറുക്കില്ല. ദൈവം ക്ഷമിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പിന്നെ എല്ലാം ക്ഷമിക്കുന്ന പിന്നെ തീപ്പൊയ്കയും തീനരകവും നരകാഗ്നിയൊന്നും വേണ്ടല്ലോ. ദൈവം എല്ലാം ക്ഷമിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് തീപ്പൊയ്ക, ഗന്ധക തീപ്പൊയ്ക, നരകാഗ്നി? ഇന്നത്തെ മറ്റേ വീഡിയോയും കൂടി കാണുക. ഞാൻ അത് പറയുന്നത്, തിരുവചനം വ്യാഖ്യാനിക്കുമ്പോൾ അത് പ്രായോഗികമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണെന്ന് കൂടി വ്യക്തമാക്കണം. അപ്പോഴതിന് അർത്ഥം വരിക. അതാണ് ഞാൻ വ്യക്തമാക്കാൻ ശ്രമിച്ചത്. മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ മാറത്തടിച്ച് പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് തിരിയാനുള്ള ഒരു മനസ്സോടുകൂടി വചനം കേട്ടാലേ ആ വചനം നമ്മിൽ പ്രവർത്തിക്കൂ. അപ്പോഴാണ് ദൈവപിതാവിന്റെ സമ്മുഖത്ത് നിന്നുള്ള ദിവ്യ സാന്ത്വനമായ കർത്താവ് നമ്മൾ തമ്മിൽ യോജിപ്പിലെത്തും, രമ്യതയിലെത്തും. അത് വരാൻ വേണ്ടിയാണ് സുവിശേഷ പ്രഘോഷണം. അങ്ങനെ ആയിരിക്കട്ടെ. അതാണ് കെരിഗ്മ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.